കേരളത്തിൽ മസാല ബോണ്ട് പണം തെറ്റായി ഉപയോഗിച്ചെന്ന ആരോപണമാണ് ഇപ്പോൾ വലിയ ചർച്ച. ഭൂമി വാങ്ങി എന്നാണ് ഇ ഡിയുടെ വാദം. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. ഭൂമി വാങ്ങലല്ല, ഭൂമി ഏറ്റെടുക്കലാണ് നടന്നത്. നിയമം അനുവദിക്കുന്ന സർക്കാർ നടപടി പ്രകാരം നടത്തുന്ന പ്രക്രിയ. കേരളത്തിന്റെ വ്യത്യസ്ത ജില്ലകളിലായി 339 പ്രോജക്റ്റുകൾക്കാണ് മസാല ബോണ്ട് പണം വിനിയോഗിച്ചത്. കോട്ടയം സബ്സ്റ്റേഷൻ മുതൽ പെരുമൺപാലം, കണ്ണൂർ പാലക്കാട് ഇൻഡസ്ട്രിയൽ പാർക്ക്, ഒറ്റപ്പാലം ബൈപ്പാസ്, റെയിൽവേ മേൽപ്പാലങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, ബൈപ്പാസുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, അങ്ങനെ പൂർണ്ണമായും പൊതുപ്രയോജനത്തിനുള്ള വികസന പദ്ധതികൾ. അപ്പോൾ ചോദ്യം, ഇ ഡി നോട്ടീസ് കിട്ടിയത് ആർക്കാണ്, എന്തിനാണ്? ഒന്ന്, ഈ പദ്ധതികളെല്ലാം തീരുമാനിച്ചത് കിഫ്ബി ബോർഡാണ്. അതിന്റെ എല്ലാം മിനിറ്റ്സ് ഒപ്പിട്ടത് അധ്യക്ഷനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോ ഇ ഡി വിചാരിച്ചു, ഇരിക്കട്ടെ മുഖ്യമന്ത്രിക്ക് ആദ്യത്തെ നോട്ടീസ്. ലാൻഡ് അക്യൂസേഷന് വേണ്ടി പണം നേരിട്ട് ജില്ലാ കളക്ടർമാർക്ക് കൈമാറാൻ കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അനുവാദം കൊടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് രണ്ടാമത്തെ നോട്ടീസ് അടിച്ചു കിട്ടിയത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്. ഈ തീരുമാനങ്ങൾ പ്രകാരം പണം വിനിയോഗിക്കാൻ നേതൃത്വം നൽകിയ കിഫ്ബി സിഇഒ കെ എം എബ്രഹാമിനും കിട്ടി അടുത്ത നോട്ടീസ്. പക്ഷേ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്നറിയോ? ഇ ഡിയുടെ സ്വന്തം ഡോക്യുമെന്റുകളിൽ എല്ലായിടത്തും എഴുതുന്നത് ലാൻഡ് അക്വിസിഷൻ എന്നാണ്. എന്നിട്ട് മാധ്യമങ്ങളിൽ പറയുന്നത് ലാൻഡ് പർച്ചേസ് എന്ന്. ഡോക്യുമെന്റും വാക്കും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള അന്തരം.